സങ്കീർത്തനം 150 പാർട്ട് 3, സാംസ് 103 പാർട്ട് 3. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി തന്നെയാണ് 2 ദിവസം പറഞ്ഞത്. 3-ാം ദിവസം സ്തുതിപ്പിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മളോട് യഹോവയെ സ്തുതിപ്പിൻ, അവൻ്റെ ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ. നട്ഷല് നമ്മളവനെ സ്തുതിക്കുന്നതാണ്. അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പിൻ. സ്വർഗമണ്ഡലത്തിൽ ചെന്ന് കണ്ടിട്ട് ദൈവദൂതന്മാരും സറാഫുകളും കേറുബുകളും എങ്ങനെയാണ് സ്തുതിക്കുന്നതെന്ന് കണ്ട് മനസ്സിലാക്കിച്ച് തിരിച്ചു വന്ന് സ്തുതിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. 3, അവൻ്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ, അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പീൻ എന്നാണ്. വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ. എന്തിനാണ്? നമുക്ക് വേണ്ടി മഹത്വരമായ വീര്യപ്രവൃത്തികൾ ചെയ്ത ദൈവമാണെന്ന് എനിക്ക് ബോധം വരുമ്പോൾ ഞാൻ അവനെ സ്തുതിക്കും. ഇത്രകാലം വരെയും വിശ്വസ്തയോടെ എന്നെ പരിപാലിച്ചു എങ്കിൽ, ഇന്ന് വരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മുടെ കൂടെ നിന്നു എങ്കിൽ, ഏത് കഷ്ടത്തിൻ്റെ നടുക്ക് അവൻ നമ്മുടെ കൂടെ നിൽപ്പുണ്ട്, ദൈവം അറിയാതെ ഒന്നും വരത്തില്ല എന്നുള്ള ഉറപ്പും ബോധവും നമ്മൾ സങ്കീർത്തനങ്ങൾ വായിക്കുക തന്നെയല്ല, മെഡിറ്റേറ്റ് ചെയ്യണം. ഉരുവിടുമ്പോൾ ദൈവം നമുക്ക് തരും. വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളത് സങ്കീർത്തനം 1 തൊട്ട് 150 വരെയുള്ളത് വായിച്ചാൽ ദൈവം നമ്മളെ ആത്മാവിൽ ഉറപ്പിച്ചു തരും. അപ്പം നമ്മളോട് ഇന്ന് പറയുന്നത് അവൻ്റെ വീര്യപ്രവൃത്തി എന്ന് പറയുമ്പോൾ നമുക്ക് പഴയ നിയമത്തിൽ ഉടനെ ഓർമ്മ വരുന്നത് ചെങ്കടൽ രണ്ടായിട്ട് മുറിഞ്ഞു. അത് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും. ആണ് ഈ മുൻപോട്ട് പോകാൻ വയ്യ, അവിടെ വെള്ളം, പുറകോട്ട് പോകാൻ വയ്യ, ശത്രു, ഇടതും വലുതും മല പോലെ നിൽക്കുന്നു. അപ്പോൾ എങ്ങോട്ടും പോകാൻ വയ്യാത്ത ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? നമ്മൾ ജീവനും മരണവും തമ്മിലുള്ള മൽപ്പിടുത്തമാണ് ഇവിടെ. എങ്ങോട്ടും പോകാൻ വയ്യാതെ. അത് തന്നെയാണ് യാക്കോബ് രാത്രി മുഴുവൻ ദൈവത്തോട് മൽപ്പിടിച്ചു. ഒരു ഇഞ്ച് മുൻപോട്ട് പോകാനൊക്കുന്നില്ല, കാരണം ഇതിൽ ജയം നേടണം. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടപ്പം ദർ ഇസ് നോ ചാൻസ്. ഈ വലിയ സിംഹങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് കടിച്ചു കീറി തിന്നുന്നുള്ളതിന് സംശയമില്ല. ശദ്രക് മേശക് അബേദ്നെഗോവിനെ തീക്കകത്തിട്ടപ്പം ഈ തീ 7 ഇരട്ടി ശക്തിയായിട്ട് ഇതിനകത്തൊന്ന് ജീവനോടെ തിരിച്ചു വരുമെന്ന് ശദ്രക് മേശക് അബേദ്നെഗോ വിചാരിച്ചില്ല, രാജാവ് വിചാരിച്ചില്ല, അവിടെ നിന്ന് ആരും വിചാരിച്ചില്ല. പക്ഷേ വീര്യപ്രവൃത്തികളിൽ ഇതൊക്കെ കടന്നു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യന് സാധ്യമെന്ന് തോന്നിക്കുന്നത് ദൈവം വളരെ മഹത്വരമായിട്ട് തൻ്റെ മഹത്വത്തിനനുസരിച്ച്, അതാണ് അടുത്ത വാക്യം, തൻ്റെ മഹത്വത്തിനനുസരിച്ച്, എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിനനുസരിച്ച് ചെയ്തെടുക്കുമെന്ന് വാഗ്ദത്തം തരുന്നു. എന്തൊരു മനോഹരമല്ലേ! അപ്പോൾ നമുക്ക് വലിയ ഭാരമാണ്, ആർക്കും ഇല്ലാത്ത ഭാരമാണെന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഭർത്താവ് പറയുന്നത്, എൻ്റെ വീര്യപ്രവൃത്തികളെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. യഹോശാഫാത്തിൻ്റെ നേരെ ശത്രു സൈന്യം കടന്നു വരുന്നുണ്ട്. അപ്പോൾ യഹോശാഫാത്തിന് വളരെ കുറച്ച് പടയാളികളും സൗകര്യങ്ങളേ ഉള്ളൂ. പക്ഷേ യഹോശാഫാത്തിന് അറിയാമായിരുന്നു എൻ്റെ പിതാക്കന്മാരുടെ ദൈവം എന്നെ രക്ഷിക്കുമെന്ന്. അതുകൊണ്ട് ഉടനെ തന്നെ ഉപവാസം പ്രഖ്യാപിച്ച ആളുകളെ വിളിച്ചുകൂട്ടി പുരോഹിതന്മാർ വന്ന് പ്രാർത്ഥനയും സംഗീതവും സ്തോത്രവും കൂടെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്ന് ശത്രു അയച്ച എഴുത്ത് പുറന്നു വായിച്ചിട്ട്, ദൈവമേ, എൻ്റെ പിതാക്കന്മാരെ രക്ഷിച്ച ദൈവം നീ എന്നെയും രക്ഷിക്കുമെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് കടന്നു വന്നിട്ട് പറഞ്ഞു, ഈ യുദ്ധത്തിൽ നീ യുദ്ധം ചെയ്യണ്ട, ഞാൻ യുദ്ധം ചെയ്തു കൊള്ളാമെന്ന്. യുദ്ധം യഹോവയ്ക്കുള്ളത്. ശരിയല്ലേ? ഈ ലോക ജീവിതത്തിൽ ഇടത്തോട്ടും വലത്തോട്ടും മുൻപോട്ടും പോകാൻ വയ്യാത്ത ആ സാഹചര്യങ്ങൾ മിക്കവർക്കും ഉണ്ടാകാറുണ്ട്. നമ്മുടെ നെഞ്ച് പൊട്ടിപ്പോകുന്ന സ്റ്റേജിലാണ്. എന്ത് കാരണം? നമുക്കിതിനൊരു ഉത്തരവില്ല. നമ്മുടെ മനസ്സിൽ പോലും ഒരു ഉത്തരം കാണുന്നില്ല. കഴിഞ്ഞ ദിവസം അതിനൊരു എക്സാമ്പിൾ, ഞാൻ സ്റ്റേറ്റ്സിലായിരുന്നപ്പം അവിടെയുള്ളൊരു കുട്ടി എന്നെ വിളിച്ചു. അവിടെയുള്ളൊരു കുട്ടി ജോലിയിൽ എന്തോ അപാകത പറ്റി, 1 അല്ല 2 പ്രാവശ്യം. അപ്പം ഞാൻ പറഞ്ഞു, ആദ്യത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ചെറുതായിട്ട് ഇത് എടുക്കണ്ട, ഒരു 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ അപ്പനും അമ്മയും കൂടെ വിളിച്ചിട്ട് അവരും കൂടെ അറിയട്ടെ, അവരും പ്രാർത്ഥിക്കട്ടെ. പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു കൊടുത്തു, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ പ്രാർത്ഥിക്കും, പലപ്പോഴും എന്നെ ഓർക്കുമ്പോഴെല്ലാം ഞാൻ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും വിളിച്ച് പറഞ്ഞ് പ്രയാസമാണ്, പ്രശ്നമുണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ചു, എന്താണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു 7 ദിവസം ഞാൻ ഉപവസിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു ചിന്ത വന്നത്, എന്തുകൊണ്ടാണ്? അപ്പോൾ അത് 7 ദിവസം ഉപവസിച്ചിട്ട് പ്രശ്നം പരിഹരിക്കുമോ എന്ന് ചോദിച്ചാൽ അതിലും വലിയ പ്രശ്നം. അപ്പം ഞാൻ പറഞ്ഞു, ഉപവസിക്കാൻ തുടങ്ങുമ്പോൾ പ്രശ്നം കൂടുതലായിട്ട് വരും, തളരരുത് എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ അതിലും വലുതായ പ്രയാസം വന്നപ്പോൾ
പിന്നെ എനിക്ക് പറയുന്ന റിക്വസ്റ്റ്, അതായത് ആൻറ്റി അല്ലെങ്കിൽ ആൻറ്റി തന്നെ വിളിക്കും, ആൻറ്റി ഈ വിഷയം ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് പറയുമ്പോൾ അതിന് പറയാനുള്ള ബലമില്ല. ഈ ഒരു വിഷയം എനിക്ക് താങ്ങാൻ വയ്യാത്തതാണ്. ഇത് എനിക്ക് ഇടത്തോട്ടോ വലതോട്ടോ മുൻപോട്ടോ പുറകോട്ടോ പോകാൻ വയ്യാത്തൊരു സ്റ്റേജിൽ ആ നെഞ്ചിനകത്തെ വേദനയാണ് ഒരു ചെറിയ സെൻറ്റൻസിൽ പോലും നമുക്ക് മനസ്സിലാകുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് നേരം ആലോചിച്ചു. പെട്ടെന്നൊരു ഉത്തരം അതിന് കൊടുക്കാൻ എനിക്കെന്തിരിക്കുന്നത്, നമുക്കൊന്നും പറയാനൊക്കത്തില്ല. കാരണം സാഹചര്യം അതുപോലെ പ്രശ്നമാണ്. അപ്പം ജോലി സംബന്ധമായ പ്രശ്നം ജോലിയെ അഫക്റ്റ് ചെയ്യാൻ സാധ്യത വരും, ഫ്യൂച്ചറിനെ അഫക്റ്റ് ചെയ്യും. ഫ്യൂച്ചറിനെ അഫക്റ്റ് ചെയ്യുന്നത് എൻ്റെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യും, കുടുംബജീവിതത്തെ പ്രശ്നം, മക്കളെ അഫക്റ്റ് ചെയ്യും. എല്ലായിടത്തും കൂടെ വരുമ്പോഴത്തേക്ക് നമ്മൾ പാതാളത്തിലോട്ടൊന്ന് താണു വീണു പോകുന്ന ഫീലിംഗാണ്. ആ സമയത്ത് നമ്മൾ എന്താണ് ഉടനെ ഉത്തരം കൊടുക്കേണ്ടത്? ഞാൻ കുറേ നേരം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആത്മാവ് എന്നോട് പറഞ്ഞ് തിരിച്ചെഴുതാൻ, നീ ഭയപ്പെടണ്ട, ദൈവം കൺട്രോൾ എടുത്തിരിക്കുക. ദൈവം, ഗോഡ് ഈസ് ഇൻ ടോട്ടൽ കൺട്രോൾ. 2, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഒരു കാര്യം ചെയ്യുക, ദൈവത്തിൻ്റെ കർത്തൃപ്രാർത്ഥന എടുത്തിട്ട് മുഴുവൻ നേരം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറഞ്ഞു. എന്താ കർത്തൃപ്രാർത്ഥന എന്ന് പറയുമ്പോൾ കാര്യം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധമാക്കണം, എൻ്റെ രാജ്യം വരണം. എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് വിശ്വസിക്കുന്നു. പുറത്തു ചെല്ലുമ്പോൾ അതും മിക്കവർക്കും അറിയത്തുമില്ല. ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ കർത്തൃപ്രാർത്ഥന എടുത്ത് സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്കൊരാശ്വാസം ഇവിടെ ഉണ്ടായി. കാരണം ആ കുട്ടിക്ക് ആത്മാവ് പറഞ്ഞ അതാണെന്നും ഞാനത് പറഞ്ഞു കൊടുത്തു എന്നും പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരാശ്വാസം ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു, ദൈവമേ നീ പറയുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തു, ഇനി ആ കുട്ടി ദൈവത്തിൻ്റെ കർത്തൃപ്രാർത്ഥന എടുത്ത് ചൊല്ലിക്കൊണ്ടങ്ങ് നടന്നോളും. കാരണം അതിനതുപോലെ ഭാരമാണ്. അപ്പോൾ ഇത് സൂയിസൈഡ് ചെയ്യണോ, വീട്ടിൽ പ്രശ്നം വരുമോ, എൻ്റെ ജോലിയിൽ പ്രശ്നം വരുമോ, എന്ത് ചെയ്യണമെന്ന് ആകുലപ്പെടുന്ന നിമിഷത്തിൽ നമ്മളതിനെ തിരിച്ച് കർത്താവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ പിന്നെ പരിശുദ്ധാത്മാവ് വലിയ ഇരുട്ടിൽ നിന്ന് പൊക്കിയെടുത്ത് രക്ഷിക്കുകയാണ്. അത് കഴിഞ്ഞപ്പം പിന്നെ വേറൊരു ജോലി, ആ ജോലിക്ക് പ്രശ്നം വന്ന് വേറൊരു ജോലി ഉടനെ തന്നെ ദൈവം ഇൻ്റർവ്യൂവിന് വിളിച്ചു കൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുക. അതിൻ്റെ അവസാനം ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഞാൻ അറിയേണ്ട ആവശ്യമില്ല. കാരണം ഇത് ദൈവമാണ് ഏറ്റെടുത്തിരിക്കുന്നത് എങ്കിൽ ഇതിനൊരു പരിഹാരം എൻ്റെ ദൈവത്തിലുണ്ട് എന്ന് ഞാനും വിശ്വസിക്കേണ്ട കാലമായിരിക്കുന്നു. ആ കർത്താവിൻ്റെ വീര്യപ്രവൃത്തികളെക്കുറിച്ച് പഴയ നിയമത്തിൽ പൂർണ്ണമായിട്ടും എഴുതിയിട്ടുണ്ട് എങ്കിൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു വന്നിട്ട് പാപത്തെയും മരണത്തെയും ശാപത്തെയും ജയിച്ച വീര്യപ്രവൃത്തി ചെയ്തത് ക്രൂശ് മരണത്തിന്മേലാണ് എന്ന് എനിക്ക് ഉറപ്പ് വരണം. ദി ഫൗണ്ടേഷൻ, എൻ്റെ വീടിൻ്റെ അടിസ്ഥാന കല്ല് മാറാനൊക്കത്തില്ല. അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഇന്ന് ആക്കണമെന്ന്. ഇത് ഞാൻ പ്രായമുള്ളവരോട് ഇന്ന് ഞാൻ പറയുന്നത്, മുൻ തലമുറകളോട് ഞാൻ പറയട്ടെ, എവിടെയാണ് അടിസ്ഥാനക്കല്ല് ആടി നിൽക്കുന്നത് അതിനെ ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ കൊണ്ടുവച്ചിട്ട് വീണ്ടും ഉറപ്പിക്കാൻ പോവുകയാണ്. കർത്താവേ, നിൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ വീടിന് അടിസ്ഥാനക്കല്ലിടുന്നത് നിൻ്റെ വചനത്തിലാണ്. കർത്താവിൻ്റെ വചനമാണ് എൻ്റെ ഭവനത്തിൻ്റെ അടിസ്ഥാനം. കുഞ്ഞുങ്ങൾ വന്നോ വരുന്നില്ലയോ അതൊക്കെ എനിക്ക് പ്രശ്നമല്ല. കാരണം എന്നോട് പറഞ്ഞിരിക്കുന്ന, എൻ്റെ അന്തരാത്മാവ് പറഞ്ഞിരിക്കുന്നത് ദൈവവചനമാണ് എൻ്റെ ജീവൻ്റെ ആധാരമെങ്കിൽ ഇതാണ് ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് 2 തിമോത്തി 3:16 പറയുന്നത്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീകമാകയാൽ അവ എനിക്ക് ഉപയോഗമുള്ളതാണ്. അപ്പം എൻ്റെ ദൈവത്തിൻ്റെ വചനം എനിക്ക് പ്രയോജനമുള്ളത് എന്ന് ബോധം വന്നു കഴിഞ്ഞാൽ അതിൽ ഞാൻ ഉറച്ചു നിന്നാൽ മതി. ബാക്കി ദൈവമാണ് ചെയ്യേണ്ടത്. അല്ല ചെങ്കടൽ മാറി മോശയുടെ കൂടെ പോയ, നിങ്ങൾ വിചാരിക്കുന്നു അവിടെ കൂടെ പോയവരെല്ലാം ഏകദേശം 15 ലക്ഷത്തോളം ആളും എല്ലാവരും ശുദ്ധരാണ്, വിശുദ്ധരാണ്, നല്ലവരാണ്? അല്ല, മോശയെ പോലും കൊല്ലാൻ കല്ലെടുത്ത മനുഷ്യരാണ്. അപ്പോൾ അവരെ അല്ല ഞാൻ നോക്കുന്നത്, അയച്ചവനായ ദൈവത്തെ. നമുക്കും ഒരു ദൈവമില്ലേ? അവൻ്റെ വീര്യപ്രവർത്തികൾ നിമിത്തം നമ്മൾ ജീവിതത്തിൽ ലാസറസിനെ ഉയർത്തിയെന്ന് നമുക്കറിയാം. പക്ഷെ ലാസറസ് പിന്നെ മരിച്ചു ജഡീകമായിട്ട് നോക്കുമ്പോൾ. പക്ഷേ കർത്താവ് ക്രൂശിൽ കയറിയതോടുകൂടി എൻ്റെ എന്നേക്കുമുള്ള പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു എന്ന് എനിക്ക് ഉറപ്പ് വരുമ്പോൾ ഐ സ്റ്റാൻഡ് ഓൺ എ ഡിഫറെൻറ്റ് പെഡസ്റ്റൽ. ഞാൻ നിൽക്കുന്നത് വേറൊരിടത്താണ്. അത് അനുഭവിച്ചറിയുന്നവർക്കറിയാം ആ വ്യത്യാസം. നമുക്കിപ്പം ആളുകളുടെ പ്രശംസയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് ഗമ പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് അന്തരാത്മാവിനറിയാം. യേശുക്രിസ്തു എല്ലായിടത്തും ചെന്ന് ഞാൻ ആരാ മഹാനാണെന്നൊന്ന് വിളിച്ചു പറഞ്ഞ് നമ്മൾ കാണുന്നില്ല.
വിനയപ്പെടുക. കൂടുതൽ അറിയുന്നതോറും വിനയപ്പെട്ടാൽ നിന്നത്. നമുക്ക് വേണ്ടി ക്രൂശ് മരണം ഏറ്റെടുത്ത ദൈവം. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മളിൽ വരുമ്പോൾ നമ്മുടെ അന്തരാത്മാവ് ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിക്കുകയും അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം, അവൻ്റെ മഹത്വത്തിന് തക്കവണ്ണം ദൈവത്തെ സ്തുതിക്കാൻ ദൈവം നമ്മളോട് ആഗ്രഹിക്കുകയാണ്. അപ്പം നമ്മൾ ഈ സങ്കീർത്തനങ്ങൾ എടുക്കുമ്പോൾ യഹൂദൻ്റെ ആലയത്തിൽ ആഴ്ചയിൽ ഓരോ ദിവസവും ചൊല്ലേണ്ടതായിട്ടുള്ള സങ്കീർത്തനങ്ങൾ, ഒന്നാം ദിവസം അവർ പറയുന്നത് 24-ാം സങ്കീർത്തനം, രണ്ടാമത്തേത് 48, മൂന്നാമത്തേത് 82, നാലാമത്തേത് 94, അഞ്ചാമത്തേത് 81, ആറാമത്തേത് 93, ഏഴാമത്തേത് 92. നിർബന്ധമായിട്ടും ചൊല്ലേണ്ടിയ സങ്കീർത്തനങ്ങളാണ്. അത് അവരെടുത്ത് ചൊല്ലിക്കും. അത് അവർ ചൊല്ലി ദൈവത്തെ സ്തുതിക്കാൻ അവരെ പഠിപ്പിക്കുന്നുണ്ട്. നിർബന്ധമായിട്ടും ദൈവം തന്നെ എങ്ങനെ സ്തുതിക്കണം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താ നമുക്ക് വായിക്കാം, നമ്മുടെ കയ്യിൽ ഈ പുസ്തകമില്ലേ? ഞാനിപ്പോൾ പറഞ്ഞു തരുമ്പോൾ ഓരോ സങ്കീർത്തനം ഇത് തന്നെ എടുക്കണമെന്നില്ല, ആത്മാവ് പറഞ്ഞു തരും. ഞാൻ ഇന്ന് രാവിലെ ഈ റെക്കോർഡിങ്ങിന് മുൻപേ രാത്രിയിൽ നമ്മളിതെല്ലാം വായിച്ചിട്ടാണ് കിടക്കുന്നതെന്ന് ഓർക്കണം. നേരം വെളുത്ത ഉടനെ ദൈവം സങ്കീർത്തനം 41 എന്നാണ് പറഞ്ഞത്. 41 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റു. 41 എടുത്ത് വായിച്ചു. ഇച്ചിരി സങ്കടകരമായ ഒരു ചാപ്റ്ററാണ് 41. അപ്പം ദൈവം 41 തന്നെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഇനിയും പറയും. കാരണം അതിലൊരു വിടുതൽ ദൈവം കൊടുക്കാൻ പോവാണ്. അല്ലെങ്കിൽ നമുക്കും ആയിരിക്കാം. അപ്പം നമ്മൾ കഷ്ടങ്ങളിൽ അടുത്ത് നിൽക്കുന്ന ദൈവം തൻ്റെ വചനം കൊണ്ട് വീര്യപ്രവൃത്തികൾ ചെയ്യും. തൻ്റെ മഹത്വത്തിനൊത്തവണ്ണം അവൻ നമുക്ക് വേണ്ടി വീര്യപ്രവൃത്തി ചെയ്യും. നമുക്ക് സ്തുതിക്കാം. നല്ലവനായ ദൈവമേ, വിശ്വസ്തനായ ദൈവമേ, ഓരോ വചനം കേൾക്കുമ്പോഴും ഞങ്ങളുടെ അന്തരാത്മാവിനെ പരിപോഷിപ്പിക്കുന്ന ഭക്ഷണമാണത്. ഇത് ലഭിക്കാതിരിക്കും തോറും ഞങ്ങൾ മുരടിച്ചു പോവുകയാണ്. നിൻ്റെ വചനത്തിൽ ആഴമായിട്ട് നിൽക്കുമ്പോൾ വേറൊരു ചൈതന്യം നീ ഞങ്ങൾക്ക് തരുന്നുണ്ട്. മോശയുടെ മുഖത്തേക്ക് നോക്കിയവർ 40 ദിവസം ദൈവത്തോടു കൂടെ നിന്ന് വസിച്ച് ഇറങ്ങി വന്നപ്പോൾ മോശയുടെ തേജസ്, മുഖത്തെ ചൈതന്യം സൂര്യനെ പോലെ പ്രകാശിച്ചു. അവർക്ക് നോക്കുവാൻ, ആളുകൾക്ക് മോശയെ നോക്കുവാൻ ഭയമായിരുന്നു കർത്താവ്. അതാണ് ദൈവമക്കളുടെ മുഖത്തുള്ള പ്രകാശം. കർത്താവെ, അത് മറയ്ക്കാൻ ആളുകൾ പറയാണ്. കാരണം അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. 40 ദിവസത്തോളം മോശ തലയിൽ തുണിയിട്ട് മറയ്ക്കേണ്ടിയിരുന്ന അത്രമാത്രം തേജസ്സാണ് കടന്നു വന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ പുതിയ നിയമത്തിലായവർ ഞങ്ങൾ ആത്മാവ് നിറഞ്ഞു നിന്നുകൊണ്ട് ദിനം പ്രതി ദൈവത്തിൻ്റെ ആത്മാവിൽ കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുവാൻ നിയോഗിച്ചിട്ടുള്ളവരാണ്. ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളിലും നിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കാല് ചവിട്ടുന്നിടത്ത് നിൻ്റെ വീര്യപ്രവൃത്തികൾ തനിയെ പ്രവർത്തിക്കണം കർത്താവേ. മഹത്വത്തിൻ്റെ രാജാവാകുന്ന ദൈവം, പ്രത്യാശയുടെ ഉടമസ്ഥനായ ക്രിസ്തു, നീ തന്നെ മഹത്വം ഏറ്റെടുക്കുന്നു എന്ന് കാണുമ്പോൾ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ദിവ്യ സ്നേഹത്തിൽ ഞങ്ങളെ കൊണ്ട് നടത്തണമേ. ഞങ്ങളിൽ കാണുന്ന ഈ ദിവ്യമായ ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും മാറിപ്പോകരുത്. അത് തലമുറകളിലേക്ക് പകരട്ടെ. അപ്പച്ച, മാറി നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ, മക്കളെ, മരുമക്കളെ, ഭാര്യമാർ എല്ലാവരും ഈ ദിവ്യ സ്നേഹത്തിൽ കടന്നു വന്നാൽ വേറൊരു തരത്തിൽ കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതാ നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ട്. അവിടുന്ന് നടുക്ക് നിൽക്കുന്നതായിട്ട് ഞങ്ങളെ കാണിച്ചിട്ടുണ്ട്. സാന്നിധ്യം ഒരിക്കലും മാറിപ്പോകത്തില്ലല്ലോ. കുടുംബമായിട്ട് നിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിപ്പാൻ, തലമുറകൾ നിൻ്റെ സന്നിധിയിൽ വന്ന് നിന്നെക്കുറിച്ച് സ്തോത്രം ചെയ്യാൻ, സ്തുതിപ്പാൻ പഠിപ്പിക്കണമേ. ആത്മാവെ ഉണരുക. അന്തരാത്മാവിനെ വിളിച്ചു മാറ്റുന്ന ദിവസമാണ്. പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം തന്ന് ബലപ്പെടുത്തുന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.